യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയാവുകയാണ്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും MD വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിക്കുമായിരുന്നു എന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്തു വരികയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഈ പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞാനും പോയിരിക്കുന്നതാണ് വല്ലപ്പോഴും പേടിയെന്ന് പറയുന്നത്. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസുദേവൻ നായർ വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയത്ത് അടുത്ത സമയം വലിക്കും. കായംകുളത്ത് S. വാസുദേവൻ പിള്ള രക്തസാക്ഷി അനുസ്മരണ ഉദ്ഘാടന വേദിയിലായിരുന്നു MLA യു പ്രതിഭയ്ക്ക് മന്ത്രിയുടെ പിന്തുണ. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെയായി. പുകവലിക്കുന്നതിനെ നിസ്സാരവൽക്കരിച്ചും എക്സൈസിനെ വിമർശിച്ചുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. FIR റിപ്പോർട്ട് താൻ കണ്ടുവെന്നും അതിൽ കൂട്ടം കൂടി പുകവലിച്ചതായാണ് പറഞ്ഞത്. പുകവലിക്കുന്നത് മഹാപരാധമാണോ എന്നും മന്ത്രി. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു. യു പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും കേസ്. എന്നാൽ ഇത് മറച്ചുവെച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. പിന്നാലെ തന്റെ പ്രസംഗത്തിൽ കൂടുതൽ വ്യക്തതയുമായി മന്ത്രി രംഗത്തെത്തി. ലഹരിയെ പ്രോത്സാഹിപ്പിക്കുക അല്ല താൻ ഉദ്ദേശിച്ചതെന്നും അവരെ ഉപദേശിച്ചു വിടുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും മന്ത്രി. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷെ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. യു പ്രതിഭയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളികളാണെന്നും മന്ത്രി. സങ്കടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞു പോകും. ഒരു സ്ത്രീയെ പറ്റി ഇത്രയും മോശമായി അവർ കേൾക്കാൻ പാടില്ലാത്ത, അവർ ചെയ്യാത്ത നൂറുകണക്കിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏതോ ഒരു കേന്ദ്രത്തിൽ ഇരുന്നിട്ട് അവരുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനു മുമ്പ് കളവൊരുക്കണം, കായംകുളത്തിൽ കളവൊരുക്കണം. അതിനുവേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേസമയം യു പ്രതിഭ MLA മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഭ വിഷയത്തിൽ പാർട്ടി ഇതുവരെ നിശബ്ദമായിരുന്നപ്പോഴാണ് പാർട്ടി വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം കുരുക്കാകുന്നത്. ജില്ലയിലെ മുഴുവൻ ഏരിയ സമ്മേളനങ്ങളും സജി ചെറിയാൻ വിഭാഗം പിടിച്ചടക്കിയ ഒരു സമ്മേളന കാലത്തുകൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയം. പക്ഷേ എക്സൈസിനെതിരായ മന്ത്രിയുടെ നിലപാടും ലഹരിയെ ലളിതവൽക്കരിക്കുന്ന പരാമർശത്തെയും പാർട്ടിയിലെ പ്രബല വിഭാഗം അനുകൂലിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. അപ്പോൾ അതാണ്, പുകവലിക്കുന്നത് വലിയ പ്രശ്നമാണോ എന്ന് മന്ത്രി ചോദിക്കുന്നു, സാംസ്കാരിക മന്ത്രി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പുകവലി ഒരു മോശം ശീലമായാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ 100 വിഷയങ്ങൾ അതിലുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഈ പരാമർശത്തോട് പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത്? കേൾക്കാം പൊതുജനത്തിന്റെ പ്രതികരണം. കേടായിരിക്കും, അതിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചില്ലേ ക്യാൻസറിന് ബാധകമാവുന്നു. അതുകൊണ്ട് വലിക്കുന്നത് തെറ്റാണ്, അനുഗ്രഹമാണ്. അത് കുറേ രോഗത്തിന് കാരണമാണ്. പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് ശ്വസിക്കുന്ന നമുക്കും അതിൻ്റെതായ പ്രശ്നം ഒക്കെ ഉണ്ടാവും. വലിക്കാണ്ട് വെറുതെ പൈസ നോക്കണ്ടല്ലോ, പൈസ കൊടുത്ത് നമ്മൾ അസുഖം വാങ്ങണ്ടല്ലോ. അങ്ങനത്തെ പുകവലി മദ്യപാനം ആരോഗ്യത്തിന് അനുഗ്രഹമാണ്. ഇനി ആരോടും വലിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. അത് വലിച്ചാൽ ക്യാൻസറിനൊക്കെ കാരണമാണ്. അത് ശ്വാസകോശ തടസ്സങ്ങൾ ഉണ്ടാക്കും, പിന്നെ ക്യാൻസർ വരുത്തും, ലെൻസിന് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് വരും. അപ്പോൾ അതൊക്കെ ഹാനികരമാണ്. പിന്നെ പുക വലിക്കുന്നവർക്ക് മാത്രമല്ല, അതിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കും അത് എഫക്റ്റ് ചെയ്യാൻ കാരണമാണ്. ഹാനികരമാണ്. ശരീരത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിവരാൻ ചാൻസ് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, ബോഡി വീക്കാക്കും. അസുഖങ്ങളില്ലാത്ത ആൾക്കാർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാറുന്നതും ബുദ്ധിമുട്ടായിരിക്കും.